ഒരു ഗവൺമെന്റ് ജോലി എന്നത് പല ആളുകളുടെയും ഒരു സ്വപ്നമാണല്ലേ. പലർക്കും പല റീസൺ കൊണ്ടായിരിക്കും ഈ ആഗ്രഹം വരുന്നത്. ചിലർക്ക് നാടിനെ സേവിക്കാനുള്ള താല്പര്യം, ചിലർക്ക് ഉയർന്ന ശമ്പളം, ചിലർക്ക് ജോബ് സെക്യൂരിറ്റി, അങ്ങനെ വിവിധ റീസണുകളുണ്ട്. ഇന്ന് നമുക്ക് ഈ ഗവൺമെന്റ് ജോലികളുടെയൊക്കെ പ്രതിഫല ശമ്പളം എത്രയാണെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഉയർന്ന ശമ്പളമുള്ള ടോപ്പ് 10 ഗവൺമെന്റ് ജോലികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് IAS IPS ഉദ്യോഗസ്ഥരാണ്. UPSC പരീക്ഷയിൽ വിജയിക്കുക എന്നത് ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്നാൽ വിജയിക്കുന്നവർ IAS IPS അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥരായി മാറുന്നു. ജില്ലയെ നിയന്ത്രിക്കുന്ന ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന അടിയന്തരാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കൾ. ഇവരുടെ ശമ്പളം പ്രതിമാസം 2.5 ലക്ഷം രൂപയോളമാണ്. രണ്ടാം സ്ഥാനത്ത് പ്രതിരോധ സേവനങ്ങൾ ചെയ്യുന്നവരാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ ജീവിതം വളരെ അച്ചടക്കവും അതുപോലെ തന്നെ അപകടവും നിറഞ്ഞതാണ്. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ മുതൽ ആഴക്കടൽ വരെയുള്ള ഏറ്റവും കടുപ്പമേറിയ ഭൂപ്രദേശങ്ങളിൽ ഈ ഓഫീസർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. റാങ്ക് അനുസരിച്ച് അവരുടെ ശമ്പളം 2.5 ലക്ഷം വരെയാകാം. കൂടാതെ നിരവധി അലവൻസുകളും ഇവർക്ക് ലഭ്യമാണ്. മൂന്നാം സ്ഥാനത്ത് DRDOയിലെയും ISROയിലെയും ശാസ്ത്രജ്ഞന്മാരാണ്. ഈ ശാസ്ത്രജ്ഞന്മാർ നിശബ്ദമായി എന്നാൽ ശക്തമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവർ ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ അയക്കുകയും പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ജോലിക്ക് ശക്തമായ സാങ്കേതിക പരിജ്ഞാനവും പൂർണ്ണ സമർപ്പണവും ആവശ്യമാണ്. 80,000 മുതൽ 2.2 ലക്ഷം രൂപ വരെയാണ് ഇവരുടെ ശമ്പളം. നാലാം സ്ഥാനത്ത് പൊതുമേഖലാ എക്സിക്യൂട്ടീവുകളാണ്. ONGC, BHEL പോലുള്ള കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ ഇന്ത്യയുടെ പ്രധാന വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. മിക്കവരും ഗേറ്റ് പോലുള്ള മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വലിയ തോതിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഭവനം, യാത്രാ അലവൻസ്, പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളോടെ അവരുടെ പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയോളമാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാണ്. ഒരു പ്രൊഫസർ വെറുമൊരു അധ്യാപകൻ മാത്രമല്ല, ഭാവി തലമുറകളെ രൂപപ്പെടുത്തുന്ന ഒരു ഉപദേഷ്ടാവ് കൂടിയാണ്. വർഷങ്ങളുടെ പഠനത്തിനും PhDക്കുമൊക്കെ ശേഷം അവർ വിദ്യാർത്ഥികളെയും ഗവേഷണത്തെയും നയിക്കുന്നു. ഇവരുടെ ശമ്പളം പ്രതിമാസം 2.18 ലക്ഷം രൂപ വരെയാണ്. ആറാം സ്ഥാനത്തുള്ളത് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരാണ്. ജീവിതത്തെയും ചരിത്രത്തെയും സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ ജഡ്ജിമാർ എടുക്കുന്നു. പതിറ്റാണ്ടുകളുടെ നിയമപരിചയമുള്ള കോടതി മുറികൾക്കുള്ളിൽ അധികാരം വഹിക്കുന്ന അവരുടെ ശമ്പളം 2.25 മുതൽ 2.8 ലക്ഷം രൂപ വരെയാണ്. ഏഴാം സ്ഥാനത്തുള്ളത് RBI ഗ്രേഡ് B ഓഫീസർമാരാണ്. ഈ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക സ്ഥിരതയും കൈകാര്യം ചെയ്യുന്നു. ഇവരുടെ പ്രതിമാസ ശമ്പളം 35,000 മുതൽ 62,000 രൂപ വരെയാണ്. എട്ടാം സ്ഥാനത്തുള്ളത് IFS ഓഫീസർമാരാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥർ ആഗോള വേദിയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അന്താരാഷ്ട്ര മീറ്റിംഗുകൾ മുതൽ എംബസി ജീവിതം വരെ ഗുരുതരമായ ആഗോള കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പോസ്റ്റിംഗും റാങ്കും അനുസരിച്ച് അവരുടെ ശമ്പളം 60,000 രൂപ മുതൽ 2.4 ലക്ഷം രൂപ വരെയാണ്. ഒൻപതാമതായി ഉള്ളത് സർക്കാർ ഡോക്ടർമാരാണ്. ഗ്രാമീണ നഗര ആശുപത്രികളിൽ പലപ്പോഴും മതിയായ സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. വകുപ്പിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ ശമ്പളം പ്രതിമാസം 1 മുതൽ 3 ലക്ഷം രൂപ വരെയാണ്. അവസാനമായുള്ളത് റെയിൽവേ എഞ്ചിനീയർമാരാണ്. ഇന്ത്യയുടെ വലിയ റെയിൽവേ ശൃംഖല ഈ എഞ്ചിനീയർമാർ കാരണമാണ് പ്രവർത്തിക്കുന്നത്. അവർ 24 മണിക്കൂറും സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നു. ഉയർന്ന സമ്മർദ്ദവും ഉത്തരവാദിത്വവും നേരിടുന്ന ഇവരുടെ പ്രതിമാസ ശമ്പളം 1 മുതൽ 2 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന ടോപ്പ് 10 ജോലികൾ. കൃത്യമായ പരിശീലനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഒക്കെ മാത്രമേ ഈ ജോലികളിലേക്കൊക്കെ തന്നെ ഒരാൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നല്ല ശമ്പളം എന്നതിനു പുറമെ ഒട്ടേറെ പ്രിവിലേജുകളും ഈ ജോലികളിലൊക്കെ തന്നെ ഉള്ളവർക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.